സത്യം സത്യം. എൻ്റെ സുഹൃത്ത് ബിച്ചുവിൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വന്ന് ഏകദേശം 1 മാസമായി. ഇന്നലെ രാത്രി 7 മണിയാകുമ്പോൾ ബിച്ചു വിളിച്ചു പറയുന്നുണ്ട്, വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, നമുക്കൊന്ന് ഞെട്ടിക്കണം, എന്താ ചെയ്യാമെന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സാൽമിയ ബ്ലോക്ക് 10-ലുള്ള ഇസ്മായിൽ തിക്കോടിക്ക് വിളിച്ചു, നമ്മുടെ ഹയ റെസ്റ്റോറൻറ്റ്. മൂപ്പർ പറഞ്ഞ് നീ ഒന്നും നോക്കണ്ട, നീ ഇങ്ങോട്ട് പോരും, നമുക്കൊരു 11 മണി ആകുമ്പോഴേക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ 2-3 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്തൊരു ബർത്ത്ഡേ പാർട്ടിയാണിത്. അപ്പോൾ തന്നെ ബിച്ചു അവൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും വിളിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി രാത്രി സാൽമിയ ബ്ലോക്ക് 10-ലുള്ള ഹയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചൊരു ബർത്ത്ഡേ പാർട്ടിയാണിത്. നല്ലൊരു വെൽക്കം ഡ്രിങ്ക്സും അതുപോലെ തന്നെ മന്തി, ഷീവാസ് പൊള്ളിച്ചത്, ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടും കിട്ടി. അങ്ങനെ ഭംഗിയായി ആ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. സത്യം സത്യം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്യൂസിൽ കാണാൻ പോയതായിരുന്നു. അതിന് ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവന്ന ഞാളല്ലാണ്ട് പെങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നല്ല വിശപ്പുണ്ട്, അപ്പൊ പെങ്ങള് പറഞ്ഞു ഇവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഓല് അവിടെ എങ്ങനെ വന്നത് അവിടെ എന്തൊക്കെ പ്രതീക്ഷ എങ്ങനെ ഉണ്ടാവും? ഇല്ല, കാരണം നാളെ ഉച്ചത്തേക്ക് സെറ്റ് ആക്കിയതാ പെങ്ങളെ റൂമില് എല്ലാരും വിളിക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഇത് ഇല്ലേ, ഡൗട്ട് അടിക്കും 12 മണിക്ക് കൊണ്ടുവന്ന് എന്തായാലും ഡൗട്ട് അടിക്കല്ലോ. അതുകൊണ്ട് എന്നെ അടക്കം എല്ലാരെയും നാളെ ഉച്ചക്കത്തേക്ക് ഓളത്തോട്ട് തന്നെ ക്ഷണിപ്പിച്ചു. അപ്പൊ ഏതായാലും ഹാപ്പി ബർത്ത്ഡേ. പൊളിക്ക് ഉഷാറായിട്ടില്ല പരിപാടി, പൊളിയല്ലേ? നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മ ഇന്ന് ഫുഡ് കൊടുത്തിട്ട് ഓർഡർ കൊടുത്തിട്ടുള്ള മന്തിക്കാണ്. പിന്നെ എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നത് നമ്മള്? മന്തി ഉണ്ട്, സീബാസ് പൊള്ളിച്ചതുണ്ട്. ഇങ്ങോട്ട് വന്നു. അപ്പോൾ സ്റ്റാഫും എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും കട്ടക്ക് നിന്നിന്.